ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയാലോ? ഞാനൊരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നമ്മളെടുത്തൊരു കപ്പിൽ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കസ്റ്റാർഡ് പൗഡർ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ 2 സ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ. അത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നല്ലോണം യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പാല് തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. പാല് തിളച്ച് വരുമ്പോഴത്തേക്കിനും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ കസ്റ്റാർഡ് പൗഡറിൻ്റെ, അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. കൺസിസ്റ്റൻസി മാറി വരുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതിങ്ങനെ ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴേക്കും ഒത്തിരി നമ്മൾ ലൂസ് ആകണ്ട, ഒത്തിരി കട്ടിയാകണ്ട. പിന്നെ പലർക്കും പല കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ കൺസിസ്റ്റൻസി ഏതാണെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഓഫ് ചെയ്യുക. അത് നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറിൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ മാതളം, പഴം, 2 ടൈപ്പ് മുന്തിരി, ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ആ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഇതിലോട്ട് അരിഞ്ഞിടുന്നത്. അപ്പം നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ വെച്ച ആ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം കസ്കസും കൂടെ ഞാനിങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.